ഇപ്പോൾ ശ്രീ കെ എസ് പ്രസാദ് ചേരുകയാണ്. ശ്രീ കെ എസ് പ്രസാദ്, വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കലാഭവൻ നവാസിന്റെ അന്ത്യ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞ ശേഷം ഞാൻ ഉടൻ തന്നെ നിയാസിനെ വിളിച്ചു, പുള്ളിയുടെ സഹോദരനെ വിളിച്ചു. അപ്പൊ അവിടെ നിന്ന് വാർത്ത സ്ഥിരീകരിച്ചു. പുള്ളി നല്ല കരച്ചിലാണ്. പുള്ളി മലപ്പുറത്ത് നിന്ന് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഹോട്ടൽ റൂമിലാണ് പുള്ളി ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. 93 പുള്ളി കലാഭവനിൽ എത്തുന്നത്. ഞാൻ തന്നെയാണ് അബലച്ചനെ പരിചയപ്പെടുത്തുന്നതും കലാഭവനിൽ എത്തിക്കുന്നതും ഒക്കെ. ഈ അടുത്തൊരു വേദിയിലും കൂടെ അത് പറഞ്ഞതാണ് പുള്ളി. ശ്രീ കെ എസ് പ്രസാദ്, അന്നു മുതലുള്ള ഒരു സൗഹൃദമൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നറിയാം. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ വൃത്തിയായിട്ട് ശരീരം സൂക്ഷിക്കുന്ന ആളാ പുള്ളി കേട്ടോ. ഞാൻ നേരത്തെ ലേബിയോട് പറയുകയായിരുന്നു, ഈ അടുത്തിടെയൊക്കെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ രഹനയുമായി വന്നിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പ്രായമുള്ള മോളൊക്കെ ഉണ്ട് എന്നൊക്കെ വളരെ തമാശയോടെ പറയുന്ന, അങ്ങനെ ഞങ്ങളെ കണ്ടാൽ പറയില്ല, അങ്ങനെയൊക്കെ സ്വന്തമായി തന്നെ പറയുന്ന ഒരു നവാസിനെയാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ആ നവാസ് പോയി എന്നങ്ങോട്ട് വിശ്വസിക്കാനും കഴിയുന്നില്ല. രഹനക്ക് അവാർഡ് കിട്ടിയ ശേഷം ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്നലെയോ മെനഞ്ഞാന്നൊക്കെ വിചാരിച്ചു, നടന്നില്ല. വൈഫ് ഹോസ്പിറ്റലായി പോയി എൻ്റെ, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അത് ഇങ്ങനെ ആലോചിക്കായിരുന്നു. വളരെ നന്ദി ശ്രീ. വൈഫിനൊരു അവാർഡ് കിട്ടി ഈ അടുത്ത്, വൈഫിനൊരു നല്ല നടിക്കുള്ള അവാർഡും കിട്ടി ഏതൊരു സിനിമയിൽ. ഓക്കെ, താങ്ക് യു. വളരെ നന്ദി ശ്രീ കെ എസ് പ്രസാദ് പ്രതികരിച്ചതിന്. ലിബി സജീന്ദ്രൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയതായിരുന്നു എന്നതാണ് നമുക്കും കിട്ടുന്ന വിവരം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ കെ എസ് പ്രസാദും പറയുന്നത്. ഇപ്പോൾ ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രഹനയും ഒക്കെ എത്തിയോ? അങ്ങോട്ട് ആരും തന്നെ എത്തിയിട്ടില്ല. വിവരം അറിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാഭവൻ നവാസിന്റെ സഹോദരൻ നിയാസാണ് ഈ വാർത്ത സ്ഥിരീകരിച്ച് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ മുറിയിൽ ബോധമറ്റ നിലയിൽ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് മറ്റു ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ സജീവമായി തന്നെ സിനിമയിലും അതുപോലെ തന്നെ മിമിക്രിയിലും ഒക്കെ വളരെ സജീവമായി തന്നെ തുടരുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സുജയ സൂചിപ്പിച്ചപ്പോൾ ഞാനും ഓർക്കുകയായിരുന്നു, അടുത്തിടെ എല്ലാം നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ മാസികകളിലും ഒക്കെ കണ്ടിരുന്നതാണ് അവരുടെ വളരെ പ്രണയാർദ്രമായ അവരുടെ കുടുംബജീവിതം, വളരെ ഊഷ്മളമായ ആ ദാമ്പത്യം, അതുപോലെ തന്നെ മക്കളെ ചേർത്ത് പിടിച്ചുള്ള കുടുംബ ചിത്രങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു വരികയാണ്. അവർ വീട് വെച്ചതും ആ വടക്കാഞ്ചേരിയിൽ ജനിച്ച നവാസ്, അതിനുശേഷം ആലുവയിൽ വീട് വെച്ചത്, അതിനുശേഷം ഇപ്പോൾ ചൂണ്ടിക്കെടുത്ത് വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആ കുടുംബവിശേഷങ്ങളൊക്കെ പങ്കുവെച്ച അതൊക്കെ നമുക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. എത്ര വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. രഹനയായാലും വളരെ സന്തോഷത്തോടു കൂടി ഈ ജീവിത പങ്കാളിക്കൊപ്പം സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്നു. അത്രയും സന്തോഷകരമായ ഒരു ദാമ്പത്യത്തിൽ നിന്നാണ് പെട്ടെന്ന് ഇത്തരത്തിൽ അടർന്ന് നവാസ് പോയിരിക്കുന്നത്. കലാഭവൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാവരോടും നല്ല ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. സഹപ്രവർത്തകർക്കൊക്കെ അല്പം മുമ്പ് കെ എസ് പ്രസാദ് പറഞ്ഞ പോലെ അദ്ദേഹം കലാഭവനിൽ വന്നതിന് ശേഷമായാലും ആ ബന്ധങ്ങളൊക്കെ പിന്നീട് സിനിമയിൽ വന്നപ്പോഴും അദ്ദേഹം ഗായകൻ എന്നുള്ള നിലയിൽ പേരെടുത്തപ്പോഴും മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നപ്പോഴും ഒക്കെ ആ ബന്ധങ്ങളൊക്കെ അദ്ദേഹം വളരെ ഊഷ്മളമായി സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ. ഏതായാലും ഈ വിവരം അറിഞ്ഞ് ഇവിടുന്ന് സഹപ്രവർത്തകർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കലാഭവൻ നവാസിന്റെ സഹോദരൻ നിയാസാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരെ ഒക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്നത്. ചോറ്റാനിക്കരയിലെ സിനിമാ ലൊക്കേഷനിലും കഴിഞ്ഞ ദിവസമൊന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതായി ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നും അദ്ദേഹം വളരെ സജീവമായി തന്നെ നിൽക്കുകയായിരുന്നു. വിശ്രമിക്കാനായിരിക്കണം ചോറ്റാനിക്കരയിൽ തന്നെയുള്ള മുറിയിലേക്ക് വന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതായത് ഈ ഹോട്ടലിലെ ജീവനക്കാരാണോ, റൂം ബോയോ മറ്റോ ആണോ? കാരണം ആ ഹോട്ടലിൽ മറ്റ് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരോ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടായിരുന്നോ? ഈ ഹോട്ടൽ ജീവനക്കാരാണോ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്?
സുജയെ, നമ്മളിപ്പോൾ പ്രാഥമികമായി അറിയുന്നത് ഹോട്ടൽ ജീവനക്കാരാണ് ഇത്തരത്തിൽ ബോധം അറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വിവരം ബാക്കിയുള്ളവരെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. ഇപ്പോൾ അരമണിക്കൂർ മുൻപാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത സ്ഥിരീകരിച്ചത്. 1993 കലാഭവനിലേക്ക് എത്തി. പിന്നീട് പടിപടിയായി മിമിക്രിയിലൂടെ, സിനിമയിലൂടെയൊക്കെ നമുക്ക് പരിചിതനായ കലാഭവൻ നവാസ് ഒടുവിൽ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ അല്പസമയം മുൻപ് അദ്ദേഹത്തെ കണ്ടെത്തിയത്.